10 വർഷത്തെ LDFന്റെ ഭരണത്തിന് ശേഷം ഇന്ന് ഔദ്യോഗികമായി UDF സർക്കാർ അധികാരത്തിലേറുകയാണ്. ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർക്ക് പല ആളുകളെയും മന്ത്രിമാരാക്കി. അതുമായി ബന്ധപ്പെട്ടിട്ട് കുറേയധികം വിവാദങ്ങൾ നിൽക്കുന്നുണ്ട്. അതിലിപ്പം ലത്തീൻ കത്തോലിക്കയൊക്കെ കുറേയധികം അവർക്ക് അവരുടേതായ സ്വാധീനം മന്ത്രിസഭയിലില്ല, അവർ പറഞ്ഞ കാൻഡിഡേറ്റിനെ ആക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. ഈ മന്ത്രിസഭയിൽ സഭകൾക്ക് അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ ഒക്കെ സ്വാധീനം ഇല്ലാതാവുകയാണോ? സഭകൾക്ക് പഴയ UDF സർക്കാരിന് മുകളിലുണ്ടായിരുന്ന ഒരു തരത്തിലുള്ള സ്വാധീനം ഇപ്പോഴുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് കേരളത്തിലെ ക്രിസ്ത്യൻ ജനസംഖ്യ താഴോട്ട് വന്നത് ഒരു കാരണമാവാം. അതല്ലെങ്കിൽ തലയെടുപ്പുള്ള നേതാക്കന്മാർ സൃഷ്ടിക്കുന്നതിൽ കേരള കോൺഗ്രസുകളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള തലയെടുപ്പുള്ള നേതാക്കന്മാരുടെ എണ്ണത്തിൽ വന്ന കുറവായിരിക്കാം. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ വെച്ച് പരിശോധിക്കും. കേരളത്തിൻ്റെ മാറി വരുന്ന ഒരു രാഷ്ട്രീയ ചിത്രത്തിൽ സഭകളുടെ സ്വാധീനം താഴേക്ക് പോയി എന്ന് പറയുമ്പോൾ അതിൽ അതിശയോക്തി ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഒരുപക്ഷെ ഇപ്പോഴത്തെ സാമൂഹിക യാഥാർത്ഥ്യമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പഴയ കാലത്ത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന്. ഉദാഹരണത്തിന് AK ആന്റണി കേരള മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. അദ്ദേഹം സഭയുടെ ആളാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് ആ ഒരു വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം നോക്കുമ്പോൾ, കാരണം ഇതിപ്പം നമ്മൾ പറയുമ്പോൾ ചിലർ മതവും ജാതിയും പറഞ്ഞിട്ടാണോ ഇതൊക്കെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് നോക്കി. ഇവിടെ മന്ത്രിസഭയിൽ ആൾക്കാരെ നിർണ്ണയിക്കുന്നത് തന്നെ സാമുദായിക പ്രാതിനിധ്യം ഒക്കെ ഉറപ്പുവരുത്തി ആണല്ലോ. അപ്പോൾ ആ പ്രാതിനിധ്യം സർക്കാരിന് നോക്കാമെങ്കിൽ, തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രാതിനിധ്യം നോക്കാമെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യുകയും ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ ഇന്ന് ആരും തന്നെ ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്തിന് ശേഷം അവിടെ വലിയൊരു മാറ്റം സംഭവിച്ചു. ആ തരത്തിലുള്ള നേതാക്കന്മാർ ഉയർന്നു വന്നില്ല ആ വിഭാഗത്തിൽ നിന്ന്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അന്ന് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും ഉള്ള മുൻ UDF മന്ത്രിസഭകളുടെ കാലത്ത് KM മാണി, അതുപോലെ തന്നെ തലയെടുപ്പുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. PJ കുര്യന്, പിന്നെ PJ ജോസഫ് തന്നെ, കേരള കോൺഗ്രസിന്റെ PJ ജോസഫ് തന്നെ വലിയ തലയെടുപ്പുള്ള നേതാവായിരുന്നു. TM ജേക്കബ് പാർട്ടി ചെറുതായിരുന്നെങ്കിലും സ്വാധീനം ഒട്ടും ചെറിയ ആളല്ലായിരുന്നു. മന്ത്രിസഭകളെ ഇപ്പൊ K കരുണാകരന്റെ ഒക്കെ ഏറ്റവും അടുത്ത ആളായിരുന്നു TM ജേക്കബ്. അപ്പൊ അതുപോലുള്ള നേതാക്കന്മാര് ഇന്ന് അവരൊക്കെ തന്നെ സഭയ്ക്ക് പലപ്പോഴും കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളുടെ താല്പര്യങ്ങളെ മന്ത്രിസഭയിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കാനും സംരക്ഷിക്കാനുമുള്ള രാഷ്ട്രീയ പ്രഭാവവും ഇച്ഛാശക്തിയും പരിചയസമ്പന്നതയും ഒക്കെ ഉള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നില്ല അത്തരം നേതാക്കന്മാരെ ലഭ്യമാണ് സഭയ്ക്ക് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരു കേരള രാഷ്ട്രീയത്തിൽ വന്ന ഒരു മാറ്റമാണ്. ഇതിനോടൊപ്പം ഞാനൊരു കാര്യം പറയാം. ഈ മന്ത്രിസഭയ്ക്ക് നേൽ സഭകൾക്കെന്ന് മാത്രമല്ല, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കോ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോ ഒന്നും തന്നെ ഈ പറയുന്ന സ്വാധീനമില്ല. സ്വാധീനശേഷി ഉള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കായിരിക്കും. അപ്പോൾ പവർ ഇക്വേഷൻസ് കേരള രാഷ്ട്രീയത്തിൽ മാറി മറിഞ്ഞിരിക്കുന്നു. അത് വളരെ കൃത്യമാണ് ഈ മന്ത്രിസഭയുടെ കാര്യത്തിൽ. ഈ സമുദായ സംഘടനകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ലീഗ് സമുദായ സംഘടനകളല്ല, രാഷ്ട്രീയ പാർട്ടിയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വാദം ഉന്നയിക്കാം. പക്ഷേ ലീഗ് ഒരു സമുദായത്തെ തന്നെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇനി മറുഭാഗത്ത് സമുദായ സംഘടനകളുടെ ആവശ്യമില്ല. കാരണം ഇപ്പൊ NSSനെ സുകുമാരൻ നായരുടെ ആവശ്യമില്ല. ഇവിടെ അല്ലാത്ത കോൺഗ്രസിലെ തന്നെ ഈ സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാർക്ക് വളരെ കൃത്യമായ സ്വാധീനം അവരവരുടെ സമുദായത്തിലുണ്ട്. NSS ഒരു കടലാസ് പുലിയാണ് എന്നുള്ളത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ തെളിയിക്കപ്പെട്ടു. കാരണം സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും പിണറായി വിജയനാണ് പിന്തുണച്ചത്. അപ്പോൾ അത്തരം പരമ്പരാഗത സങ്കല്പങ്ങൾ അല്ലെങ്കിൽ സുകുമാരൻ നായർ ബാലൻസിങ്ങിന്റെ ഭാഗമായിട്ട് സുകുമാരൻ നായരെയും അതുപോലെ വെള്ളാപ്പള്ളി നടേശനെയും ഒക്കെ പ്രീതിപ്പെടുത്തി അവരെ തൃപ്തിപ്പെടുത്തി
നിർത്തണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ ഈ UDF മന്ത്രിസഭ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സതീശൻ, അത് തകർത്ത് കളഞ്ഞിരിക്കുന്നു. അതൊരു പുതിയ രാഷ്ട്രീയ സംഭവ വികാസമാണ്. ഈ സഭകളുടെ കാര്യത്തിലും അത് അങ്ങനെ പറയാൻ സതീശന്റെ പേരെടുത്ത് സതീശനാണ് അത് ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് UDF കൊണ്ടുവന്നതെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ സംഭവിച്ച രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു സംഭവ വികാസമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിലൊരു പ്രത്യേക കോൺഗ്രസിലെ ഒരു പ്രത്യേക നേതാവിന് അതിൽ വലിയ റോളൊന്നുമില്ല. ഈ പഴയ കാലത്തെ കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ, ഞാൻ ഈ 80കളിൽ ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒക്കെ കാലം പറയുമ്പോൾ അന്ന് രണ്ടാം നിര നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ഇപ്പോ PJ കുര്യൻ രണ്ടാം നിരയല്ല, പലപ്പോഴും ഒന്നാം നിര നേതാവ് തന്നെ ആയിരുന്നു PJ കുര്യൻ. രാജ്യസഭ ഉപാധ്യക്ഷനായിട്ട് ഇരുന്ന വർഷങ്ങളോളം രാജ്യസഭ MP ആയിട്ടൊക്കെ ഇരുന്ന PJ കുര്യൻ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചാൽ അങ്ങനൊന്നും ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാവേലിക്കരയിൽ നിന്ന് MP ആയിട്ട് ജയിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് ഇലക്ഷനേക്കാൾ ഇഷ്ടം ഈ രാജ്യസഭയിൽ പോകുന്നതായിരുന്നു. ഒരു തരത്തിലുള്ള ഒരു പിൻവാതിൽ ഇലക്ഷനാണത്. പിന്നെ അദ്ദേഹം വലിയ സ്വാധീനശേഷിയായിരുന്നു. സോണിയാഗാന്ധിയുടെ അടുക്കളയിലെ തിരുത രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ അത് KV തോമസ്, അതാണ് ആ KV തോമസ് ഇതുപോലെ ഒരു രണ്ടാം നിര നേതാവാണ്. സോണിയാഗാന്ധിയുടെ അടുക്കള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള ആളായിരുന്നു. അതിനു മുമ്പ് PP തങ്കച്ചൻ ഉണ്ടായിരുന്നു. PP തങ്കച്ചൻ ഒട്ടും സ്വാധീനശേഷി കുറവുള്ള ആളല്ല. PP തങ്കച്ചൻ കേരള രാഷ്ട്രീയത്തിൽ കരുണാകരന്റെ ഏറ്റവും അടുത്ത ഒരു അനുയായി, പല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പലപ്പോഴും നിർണായക ശക്തിയായിരുന്നു. അപ്പോൾ കോൺഗ്രസിനുള്ളിലെ സഭകളുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള ആൾക്കാരുടെ പേരൊക്കെ എടുത്തു നോക്കിയാൽ നമ്മൾ യഥാർത്ഥത്തിൽ 1970കളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ CM സ്റ്റീഫൻ, അന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു CM സ്റ്റീഫൻ. ഇന്ന് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റായിരുന്നു. ഇന്ദിരാഗാന്ധി ഉണ്ടെങ്കിലും ഇന്ദിരാഗാന്ധി ആ പോസ്റ്റ് അന്ന് എടുത്തില്ല. CM സ്റ്റീഫനാണ് ആ പദവി കൊടുത്തത്. പിന്നെ അതുപോലെ ഒട്ടും സ്വാധീനം കുറവുള്ള ആളല്ലായിരുന്നു MM ജേക്കബ്. കോൺഗ്രസ് രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിച്ച MA ജോൺ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെ ഒരു പ്രഭാവം, അതുപോലെ 1960കളിലൊക്കെ E ജോൺ ജേക്കബ് എന്ന കേരള കോൺഗ്രസ് നേതാവ് വിമോചന സമരത്തിന് സഭകൾ വഹിച്ചത് നേതൃത്വപരമായ പങ്കാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ കേരളത്തിലെ സമരം, വിമോചന സമരത്തിന്റെ നായകത്വം മന്നത്ത് പത്മനാഭൻ ആയിരുന്നെങ്കിലും അതിന്റെ പിന്നിലുണ്ടായിരുന്ന കേരളത്തിലെ കത്തോലിക്ക സഭയായിരുന്നു. കത്തോലിക്ക സഭ മാത്രമല്ല, ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതായത് പാത്രിയാർക്കി സഭയും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കേരള രാഷ്ട്രീയത്തെ കൺട്രോൾ ചെയ്തിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾ. ആ ഇൻസ്റ്റിറ്റ്യൂഷന് അതിന്റെ സ്വാധീനം എന്തായാലും ഈ മന്ത്രിസഭയിലെ അവര് മൂക്കുകയർ ഇടാൻ അവർക്ക് ഇപ്പോൾ ശക്തിയില്ല. അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ പല സ്ഥലങ്ങളിലും സഭ മാത്രം വിചാരിച്ചുകൊണ്ടൊന്നും ഒരു വ്യക്തി ജയിക്കുകയില്ല. അതായത് ആ സമുദായ അംഗങ്ങളുടെ മേലുള്ള നിയന്ത്രണം സഭകൾക്ക് നഷ്ടപ്പെട്ടതൊരു കാര്യം. അതല്ലെങ്കിൽ മൊത്തത്തിൽ വന്ന ഡെമോഗ്രഫിക്കൽ ജനസംഖ്യാപരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിച്ച മാറ്റങ്ങൾ. പിന്നെ അതിനേക്കാൾ ഒക്കെ ഉപരി എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി കേന്ദ്രത്തിൽ പോയിട്ട് സമ്മർദ്ദം ചെലുത്താനുള്ള സഭകളുടെ ശേഷി നഷ്ടപ്പെട്ടു. പണ്ട് കോൺഗ്രസിന്റെ നേതൃത്വം ഇരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി പോലും വലിയ ശക്തിയായ നേതാവായിരുന്നു. പക്ഷെ അവർ പോലും പലപ്പോഴും സഭകളുടെ ആവശ്യങ്ങളെ അങ്ങനെ അങ്ങ് തള്ളിക്കളയില്ലായിരുന്നു. അതിനുശേഷം രാജീവ് ഗാന്ധി ഇരുന്നപ്പോഴും പിന്നീട് വന്ന കാലഘട്ടത്തിലുമൊക്കെ സഭകളിലേക്ക് കേന്ദ്രത്തിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ സമൂഹം, ഇപ്പം നെഹ്റുവിന്റെ സെക്രട്ടറി ആയിരുന്ന MO മത്തായി തൊട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ ജോൺ മത്തായി, അങ്ങനെ വലിയ പ്രഗത്ഭന്മാരുടെ ഒരു നിര അവിടെ ഉണ്ടാവുകയും ഭരണത്തിലും അതുപോലെ ബ്യൂറോക്രസിയിലും, രാഷ്ട്രീയക്കാരിലും ബ്യൂറോക്രസിയിലുമൊക്കെ വലിയ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ മാറുകയാണ്. ഈ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം ഭരണത്തിൽ ഒരുപക്ഷെ സർക്കാരിന് കുറച്ചുകൂടി പല കാര്യത്തിലും സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള ഒരവസരം ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം സമ്മർദ്ദ ശക്തിക്ക് ഒരു പരിധിയിലധികം വിധേയമാകേണ്ടില്ല. സാമുദായിക ഇക്വേഷൻ കോൺഗ്രസ് ഇപ്പോഴും നോക്കുന്നുണ്ട്. അത് കോൺഗ്രസ് നോക്കി തന്നെയാണ് എല്ലാ തീരുമാനവും എടുക്കുന്നത്.
പക്ഷെ അത് പാർട്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതി. പുറമേ നിന്നുള്ള ആ സമുദായ സംഘടനകളുടെ നേതാക്കന്മാരെ അവർ പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സമുദായ സംഘടനകൾ, ആ സമുദായങ്ങളുടെ മേൽ അവർക്ക് അത്ര വലിയ സ്വാധീനം ഒന്നും ഇല്ല എന്നുള്ള ഒരു തെളിവാണ്. കാരണം ഇപ്പോൾ സുകുമാരൻ നായർ UDFന്റെ കൂടെ നിന്നപ്പം കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് കോന്നി, അതുപോലെ പിന്നെ വട്ടിയൂർക്കാവൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ഒന്നും കോൺഗ്രസ് ജയിച്ചില്ല. അതേസമയം സുകുമാരൻ നായർ പിന്നെ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി CPMന്റെ കൂടെ നിന്ന ഈ ഇലക്ഷനിൽ കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അതായത് CPMനെ വിജയിപ്പിക്കാൻ സുകുമാരൻ നായർക്ക് പറ്റിയില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്തായാലും പിണറായി വിജയൻ ചെറിയ ഭൂരിപക്ഷത്തിനായാലും അധികാരത്തിൽ വരുമെന്ന് ഉറക്കെ ഉച്ചസ്ഥൈര്യം ഘോഷണമൊക്കെ നടത്തിയെങ്കിലും അവിടെയും കാര്യങ്ങളൊന്നും അങ്ങനൊന്നും നടന്നില്ല. അപ്പൊ സമുദായത്തിന് അതീതമായിട്ട് നായർ ഈഴവ സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനിയിപ്പോ അത് കാരണം പുതിയ സർക്കാരിന് വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും ഒന്നും പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ തന്നെ പുതിയ സർക്കാരിന് വലിയ സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കും. പുതിയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ തീരുമാനങ്ങൾ എടുക്കുന്നതിലും നയപരിപാടികളിലും ഒക്കെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കൊടുക്കും. പക്ഷെ അതേസമയം ഞാൻ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിന്റെ ശക്തമായ സ്വാധീനം മന്ത്രിസഭയുടെ മേലുണ്ട്. അതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥയില്ല. വസ്തുതയും യാഥാർത്ഥ്യവുമാണ്. ഇപ്പം NDP ഇപ്പം വേണം ഒരുപക്ഷെ സുകുമാരൻ നായരുടെയും പിന്നെ വെള്ളാപ്പള്ളിയുടെയൊക്കെ മണ്ടത്തരം പഴയ NDP SRP ഒന്നും ഇല്ലാത്ത, NDP SRP ഉണ്ടെങ്കിൽ അവരെ പോയി കാണുന്നതിൽ ഏത് UDF നേതാവിനും മടി പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അവർക്ക് പറയാമല്ലോ, മുസ്ലിം ലീഗിന്റെ നേതാവിനെ കാണാമെങ്കിൽ എന്തുകൊണ്ട് NDP സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ കണ്ടുകൂടാ, SRP സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ പ്രസിഡന്റിനെ കണ്ടുകൂടാ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് വരും. എന്തായാലും അക്കാര്യത്തിലൊക്കെ NSSന്റെ SNDPയുടെ ഒക്കെ നേതൃത്വം പരാജയപ്പെട്ടു. പുതിയ രാഷ്ട്രീയം ഇക്വേഷൻസ് സമവാക്യങ്ങളും പുതിയ രാഷ്ട്രീയ സാമൂഹ്യ സന്തുലിത അവസ്ഥകളും രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. അതാണ് ഈ പുതിയ മന്ത്രിസഭയ്ക്കുള്ള ഒരു അഡ്വാൻറ്റേജ്. അതായത് പിന്നെ അവർക്ക് ഉള്ള ഒരു നേട്ടവും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും അതിലുണ്ട്. കാരണം അപ്പോഴും സമുദായവും രാഷ്ട്രീയവും സംയോജിപ്പിക്കുന്ന ഒരു സംഘടന അവരുടെ മേൽ പ്രഷർ ചെലുത്താനുണ്ട്. ആ സംഘടനയാവട്ടെ സാധാരണ പ്രഷർ ആയിരിക്കില്ല ചെലുത്താൻ പോകുന്നത്. പക്ഷെ എങ്കിലും ഈ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുള്ള ഒരു ഏരിയ സതീശന് കിട്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ബുദ്ധിയും അതിനകത്തിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്, നിലപാടുകളും അതിനകത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ ഈ ഉൾപാർട്ടി പ്രശ്നങ്ങളിലൂടെ, അതായത് KCയുടെ പിന്നെ നോമിനികളാണ് കൂടുതൽ മന്ത്രിമാരെന്നാണ് വാർത്തകൾ നിറയുന്നത്. രമേശ് ചെന്നിത്തലയുടെ കയ്യിലാണ് ആഭ്യന്തരവും ഹോം മിനിസ്ട്രിയും. സ്വാഭാവികമായിട്ടും മന്ത്രിസഭയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും വലിയ നിർണായക ശക്തിയായിരിക്കും രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് പുറത്തുനിന്ന് നോക്കുമ്പോൾ അല്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട വ്യക്തി വെറും ആഭ്യന്തരമന്ത്രി ആയതിൽ ഒരു നാണക്കേട് നമുക്ക് വേണമെങ്കിൽ പറയാമെങ്കിലും അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ മന്ത്രിസഭയിൽ നിർണായക സ്വാധീനമാണ്. മുമ്പ് കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രി ആയപ്പോൾ വിജിലൻസ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഇപ്രാവശ്യം വിജിലൻസ് ഉള്ള ഹോം മിനിസ്റ്ററാണ്. അതായത് ഹോം മിനിസ്റ്റർ സർവശക്തനാവുന്ന സാഹചര്യമാണ്. ഇന്റലിജൻസും വിജിലൻസും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയത്തിലെ അതീവ ശ്രദ്ധയോടെ തീരുമാനമെടുക്കേണ്ട സാഹചര്യമാണ് മുഖ്യമന്ത്രിക്ക്. ഇതുവരെ അദ്ദേഹം 100 മാർക്ക് സ്കോർ ചെയ്താണ് ഇരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് അത് ഒരു 6 മാസം വീക്ഷിച്ചിട്ട് നമുക്കതിൽ കമന്റ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് കൂടുതൽ അവലോകനങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകരെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.